എല്ലാ മതക്കാർക്കും അവരുടെ ജാതി കുലം അനുസരിച്ച് അവർക്ക് പ്രാർത്ഥിക്കാനും അവരുടെ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതായ സംഗതികൾ മുന്നേ തന്നെ ഓരോ മതക്കാരും അല്ലെങ്കിൽ അവരുടേതായ ആളുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കുണ്ട്. പക്ഷെ അതൊരു സംഘടിതമായിട്ടുള്ളതായ ഒരു ഭാവമില്ല, അത് മാത്രമേ ഉള്ളൂ. എങ്കിലും ഓരോ തറവാടുകളിൽ അവരുടെ ഗുരുമുത്തച്ഛന്മാരായിട്ട് ഓരോ മൂർത്തികളെയും ഉപാസന ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന കുടുംബങ്ങളാണ്. ആ മൂർത്തികളെ കൊണ്ടുവന്നിട്ടുള്ള മൂർത്തികളെ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇല്ലായ്മയൊക്കെ ഉള്ള സമയത്ത് അവരെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത്, ഒഴിവുള്ള സ്ഥലത്ത് അവർക്ക് ഒരു കല്ല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലോ അവർ കൊണ്ടുവന്നിട്ടുള്ളതായ ആ പഠിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആ മൂർത്തികളെ സങ്കല്പിച്ച് അവർക്ക് കിട്ടുന്ന നല്ലൊരു വൃത്തിയാക്കിയിട്ടുള്ള ഒരു കരിങ്കല്ല് അല്ലെങ്കിൽ വെട്ടുകല്ലുമിലോ അല്ലെങ്കിൽ കരിങ്കല്ലുമിലാവും അത് വെള്ളം ഒഴുകി പുഴയിലോ തോട്ടിലൊക്കെ ഒഴുകി അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ കുടിയിരുത്തിയിട്ട് അത് ചിലപ്പോൾ പഠിക്കാൻ പോയിട്ടുള്ള കല്ലടിക്കോടുന്നായിരിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുനിന്ന് അധികമായിരിക്കാം. ഏതായാലും അതൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ പഠിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായ ആ സാന്നിധ്യമേ നീ ഇതുമ്മ കുടിയിരിക്കുവോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സ്ഥാനികരം കൊടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പൊ ഏത് മൂർത്തികളായാലും ശരി അവരെ ഇരുത്തി അവർക്കൊരു കർമ്മം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വിളക്ക് വെക്കാന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തരുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അവർ കുടിവെച്ചു. ആ കുടിവെച്ചിട്ട് അതിനെ ആരാധിച്ചു വരുന്ന പല കുടുംബങ്ങളുണ്ട്. വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയമുടത്ത്. അപ്പൊ പറഞ്ഞു വന്നത്, ഓരോ കുടുംബത്തിലും അവരുടെ ശേഷിക്കനുസരിച്ച്, കഴിവിനനുസരിച്ച് അത് വെട്ടുകല്ലിലോ കരിങ്കല്ലിലോ മരത്തിന്റെ ശിലയിലോ മരത്തിലോ അങ്ങനെ പലതരം രൂപത്തിലോ അല്ല വാൽക്കണ്ണാടിയിലോ അല്ല കുഴയായിട്ടോ പല ഭവനങ്ങളിലും വെച്ച് ആരാധിച്ചു വരുന്നുണ്ട്. അപ്പൊ ചിലര് കാർന്നന്മാരായ കാലത്ത് അവരവിടെ വെച്ച് ആരാധിച്ചിരുന്നു, കളങ്ങൾ നടത്തിയിരുന്നു, കർമ്മങ്ങൾ നടത്തിയിരുന്നു. അതൊരു പരിധി കഴിഞ്ഞപ്പോ കൊണ്ടുവന്നിട്ടുള്ളതായ ആളുകൾ കാലം ചെയ്തു പോയതോട് കൂടിയിട്ട് അതിന് ശേഷം വന്നിട്ടുള്ളതായ മക്കൾ ചിലപ്പോൾ ഇതിനെ ആശ്രയിക്കാനായിട്ട് വൈമുഖ്യം കാണിച്ചിട്ടുണ്ട്. കാരണം പലർക്കും ഇത് ഒരു അനിഷ്ടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് മാറി. ഇതൊരു അന്ധവിശ്വാസമാണ്. അല്ലെങ്കിൽ കല്ലിനെ തൊഴുക, വിളക്ക് വയ്ക്കുക, സങ്കടങ്ങൾ പറയുക, അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ കൊട്ടും മേളൊക്കെ നടത്തുക. അതൊരു കരിങ്കല്ലിന്റെ മുന്നിൽ അങ്ങനെ ഒരു വില കുറച്ച് കാണുന്ന ഒരു അവസ്ഥയുണ്ടാകുക പലർക്കും തോന്നിയിരിക്കുന്നതാണ്. ഈ കരിങ്കല്ലുമേൽ അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്ന, അദ്ദേഹം ഉപാസിച്ചു കൊണ്ടുവന്നിരുന്ന മൂർത്തിയിലാണ് ഇരുത്തിയിട്ടുള്ളത്. അപ്പൊ എന്റെ ദേവൻ അല്ലെങ്കിൽ എന്റെ ദേവി ആ ശിലയിലുണ്ട് എന്നുള്ള സങ്കല്പത്തോടുകൂടിയാണ് അദ്ദേഹം അവിടെ എന്തെങ്കിലും ചെയ്തിരുന്നത്. അപ്പൊ അവതരിക്കുന്നത് ശിലായിട്ടല്ല അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഉപാസന മൂർത്തി, അദ്ദേഹത്തിന്റെ ദൈവമാണ് ആത്മ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം കണ്ടിരുന്നത്. അപ്പൊ ഇതിനെ കർമ്മങ്ങൾ ചെയ്തിരുന്നു, ആചാരങ്ങൾ ചെയ്തിരുന്നു, വിളക്ക് വെച്ചിരുന്നു, അങ്ങനെ അല്ലെങ്കിൽ പായസം വെച്ച് നിവേദിച്ചിരുന്നു. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കളുടെ മക്കളോ ഇല്ലാതിരുന്ന കാലഘട്ടത്തില് ഇതിനൊക്കെ തുടർന്ന് ചെയ്യാനായിട്ട് അവനൊരു ബുദ്ധിമുട്ട് വന്നിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ പിന്നീട് വരുന്ന ആളുകൾക്ക് ഇത് കാണാനോ കേൾക്കാനോ കഴിയാതെ ഇത് മൊത്തം നശിച്ചു പോയിട്ടുണ്ടായിരിക്കും. കാരണം ഇതിനെ ഒരു ശില വെച്ച്, ഒരു കല്ല് വെച്ച് ആചരിച്ചു. ആ കല്ലൊന്നും മാറ്റാനായിട്ട് പലരും തയ്യാറായിട്ടുണ്ടാവുന്നില്ല. ചിലവർ വെറും മണ്ണിൽ തന്നെ ഉണ്ടാകുക. അത് മഴവെള്ളവും അതേപോലെ തന്നെ മറ്റ് വൃത്തികേടുകളൊക്കെ വരണമെങ്കിൽ അതിലൊക്കെ പങ്കുകൊണ്ടിട്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു നായ അദ്ദേഹം ഒന്ന് മൂത്രമൊഴിച്ചു, അങ്ങനൊക്കെ പലതും അശുദ്ധികൾ ഏൽക്കേണ്ടി വരുന്നു ആ ദൈവങ്ങൾക്ക്. അപ്പൊ ഒരു ദൈവത്തിന്, നമ്മളെ രക്ഷിക്കേണ്ടതായ ഒരു ദൈവത്തിനെ ആ ദൈവം വൃത്തിയില്ലാത്തയിടത്തിലോ അല്ലെങ്കിൽ ഇതേപോലുള്ളതായ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കാനോ അവർക്ക് വേണ്ടുന്നതായ നല്ലതായ കാര്യങ്ങൾ ചെയ്യാനോ കഴിയുന്നില്ല. കാരണം അവരേ ആ ദുരിതത്തിൽ മാറാനായിട്ട് വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ചിലവരൊക്കെ അതൊക്കെ പൊളിച്ചു കളഞ്ഞ് അല്ലെങ്കിൽ പുതിയൊരു തറ കെട്ടി
അത് ഒന്നുകിൽ കണക്കും പ്രകാരം ഏതെങ്കിലും ഒരു എഞ്ചിനീയറെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റി തറയ്ക്കുന്ന ഒരു ആചാര്യയോ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ നിഗമന പ്രകാരം അതിനെ തറയിട്ട് അല്ലെങ്കിൽ തറക്കല്ലിട്ട് അല്ലെങ്കിൽ ആ ചെമ്മില് മറ്റെന്താണ് തറ ആ ദൈവത്തറ പണിതിട്ടിരിക്കുക. അപ്പൊ വളരെയധികം ഉയരത്തിലുണ്ടായിരിക്കും. അപ്പൊ പെട്ടെന്ന് മഴ അല്ലെങ്കിൽ മറ്റുള്ളതായ ശുദ്ധി തട്ടാതിരിക്കാനായിട്ടുള്ളത് അതന്നെ ഭയങ്കരമായിരിക്കും. അതിനും മറയായിട്ടിരിക്കും. മറ എന്ന് പറഞ്ഞാൽ അത്ര ഉയരമുള്ള കാരണം. അപ്പൊ ഇങ്ങനെ ആചരിക്കുന്നത് കൊണ്ട് അവര് അശുദ്ധി തട്ടില്ല പെട്ടെന്ന്. എന്നാലും ഇത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊരു രൂപ അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഈ കുലദൈവങ്ങളെ കുറിച്ച് കുലദൈവം എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ ആചാര രീതി എന്താന്ന് പറഞ്ഞിട്ടല്ല നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കാരണന്മാരായിട്ട് കൊണ്ടുവച്ചിരുന്ന ദൈവത്തിനെ അതിനെ നമുക്ക് എത്ര ചെയ്താലും പോരാ, എത്ര ചെയ്താലും എത്ര കർമ്മങ്ങൾ ചെയ്താലും പോരാ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. കുളിപ്പിച്ചു, അവർക്ക് പൂ വെച്ചു അല്ലെങ്കിൽ പൊട്ട് വെച്ചു, പൂ വെച്ചു, പിന്നെ പൂജിച്ചു, നിവേദിച്ചു, അങ്ങനെ എന്ത് ചെയ്തിട്ടും മതിയാവണില്ല. അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. നമ്മുടെ ദൈവത്തിന് ഏതെല്ലാം തരത്തിൽ നമ്മൾ ആചരിക്കാം. ഇനിയിപ്പോ ഇതിലെന്നെ എന്തിനാ ആചരിക്കണത്, ഇതുകൊണ്ട് എന്താ നമുക്ക് നേട്ടം, ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് കഷ്ടങ്ങളല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ വിചാരിച്ചിട്ട് അവരെ ഇരിക്കുന്ന സ്ഥാനങ്ങളൊക്കെ മാറ്റിവെക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഇതിനെ ഇങ്ങനെ കുടിവെച്ചിട്ടുള്ളതായ ആ മണ്ണില്, ആ മണ്ണിൽ നിന്ന് അത് വെറും തറയില കിടക്കുന്ന വെച്ചെങ്കിൽ അതിന്റെ അത്തരം വീട്ടുകാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ ഒന്നോ രണ്ടോ കല്ല് കയറ്റി വെച്ച് ചുറ്റോട് ചുറ്റും വെട്ടുകല്ലോ അല്ലെങ്കിൽ ചൂളഷ്ടിക്കോ അതിനെ ഉയരത്തിൽ കെട്ടിയിട്ട് അതുമ്മേ കുടിയിരുത്താനായിട്ട് നോക്കുക. അവർക്ക് അറിയുന്ന രൂപത്തിൽ വെളുക്ക് വെക്കുക, അറിയുന്ന രൂപത്തിൽ നിവേദ്യങ്ങൾ വെക്കുക, പൂവിടുക. അതിങ്ങനെ നിത്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശക്തിക്കൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ദൈവിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവത്തിനോട് പെരുമാറുന്ന അതിനും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കുടുംബപരമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന ദൈവങ്ങളെ. അപ്പൊ അവര് വേറെ സ്ഥലത്തേക്ക് പോകാതിരിക്കുക. കുടിവെച്ചിരുന്നാണ്. ആ കുടിവെച്ച ആളുകൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതിനവിടെ ഇട്ടിട്ടാവും ചിലപ്പോൾ പോവുക. ഇതിനും കൊണ്ടുപോകാൻ പറ്റുന്നവരുണ്ടാകില്ല ചിലപ്പോ. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ശാപങ്ങളും ദുരിതങ്ങളും ഈ മണ്ണിലുണ്ടാകും. ഇനിയിപ്പോ കൊണ്ടുപോയി നോക്കുക, അവരുടെ വീട്ടിലും ഇതേപോലെ തന്നെ ദൈവങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ ഓരോരോ അനർത്ഥങ്ങള് അവർക്കുണ്ടായിരിക്കും. അപ്പൊ ഇരിക്കാൻ പാടില്ലാത്തത് ഒരു സ്ഥലത്തും ഇരുത്താനായിട്ട് ശ്രമിക്കരുത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ചെറിയ രൂപത്തിൽ വെച്ചാലും വലിയ രൂപത്തിൽ വെച്ചാലും അവർക്ക് വർഷാവർഷം കർമ്മം കൊടുത്ത് പ്രീതിപ്പെടുത്തുക. അപ്പൊ അവരുടെ ശരീരത്തിലുള്ളതായ ദുരിതങ്ങള് ഒക്കെ മാറി നല്ലതായ അനുഗ്രഹങ്ങള് ഈ ധർമ്മദൈവങ്ങള് കൊടുക്കും. അപ്പൊ അവർക്ക് ആ നല്ലൊരു സ്ഥലം കണ്ട് ആ സ്ഥലത്തേക്ക് താഴ്ത്താണ് ഇരിക്കുന്നതെങ്കിൽ ഉയരത്തിലേക്ക് ഇരുത്താനുള്ള സൗകര്യം ചെയ്യാം. അതേപോലെ തന്നെ അവർക്ക് ആചരിക്കുക, കർമ്മങ്ങൾ ചെയ്യുക, നിവേദിക്കുക. ഇനി മദ്യം, മാംസം ഇത്യാദികളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് ഉത്തമത്തിലുള്ള മൂർത്തികളാണെങ്കിൽ അത് ചെയ്യരുത്. അല്ല, മധ്യമത്തിലുള്ള മൂർത്തികളാണെങ്കിൽ 100% അവർക്ക് ചെയ്യണം അത്. കാരണം അവർക്ക് മധ്യമ കർമ്മമാണ് അവർക്ക് ഇഷ്ടം, കവളാചാരം. അപ്പൊ ഇത് നമ്മള് ആ ഇഷ്ടത്തിന് വിപരീതമായിട്ട് എന്ത് ചെയ്താലും അവർക്ക് അത് ഏൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. എന്ത് ചെയ്താലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലാത്ത ഭക്ഷണമോ അല്ലെങ്കിൽ അവരുടെ ഭാവങ്ങളോ അല്ലെങ്കിൽ ഡ്രസ്സുകളോ അത് ആർക്ക് കിട്ടിയാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആയതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അതുകൊണ്ട് വെച്ചെങ്കിൽ നിങ്ങളുടെ കുടുംബത്തില് ഈ പറഞ്ഞ പോലെ തന്നെ ദൈവങ്ങൾ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന ദൈവം മണ്ണിലാണ് കിടക്കുന്നത്, അതിന് വൃത്തിയില്ല, അതിന് നായൊക്കെ മൂത്രമൊഴിക്കുന്നു, അങ്ങനെയുള്ള ശബ്ദം ഉണ്ട് വെച്ചെങ്കിൽ അതിനെ എടുത്തു മാറ്റിയിട്ട് ഒരു ചെറിയ തറ കെട്ടിയിട്ട് അതിൽ വയ്ക്കുക. എന്നിട്ട് അതിനെ കുളിപ്പിച്ച് അതിന് വേണ്ടുന്ന കള്ളിയും കർമ്മങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ നിന്നുണ്ടായിരിക്കും. അതുപോലെ കുടിവെച്ച ദൈവം ഏതാണെന്ന് അറിയാത്തവരുണ്ട്. മറ്റുള്ള എല്ലാവരും ദൈവങ്ങളെ പൂജിക്കുമ്പോൾ എനിക്കുണ്ടല്ലൊരു ദൈവം, അല്ലെങ്കിൽ എനിക്കില്ലാതെ പോയല്ലോ എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. ആ സങ്കടപ്പെടുന്നവര് അവരുടെ തലമുറകൾ 1-2 തലമുറകൾ അപ്പുറം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കള്
അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയും എങ്ങനെയാണ് അവർക്ക് എങ്ങനെ മൂർത്തികൾ ഉണ്ടായിരുന്നോ, അവരുടെ കർമ്മങ്ങൾ എന്താണ്, ആ കർമ്മത്തിന് ഞങ്ങൾ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, അതിനെ എന്തൊക്കെ വാങ്ങണം, അങ്ങനെ വേണമെന്നുള്ളത് അവർ അറിയും പ്രകാരം അവരെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട്, പ്രത്യേകിച്ച് കർമ്മികളോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാം. എന്നിട്ട് ഒറ്റയ്ക്ക് കർമ്മം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് കർമ്മം ചെയ്യാം. കർമ്മം ചെയ്യാതിരിക്കരുത്, ഒരു നേരം പോലും വിളക്ക് വയ്ക്കാതിരിക്കരുത്. 1-2 തവണ ദിവസം വിളക്ക് വയ്ക്കുക, ഒരു തവണയെങ്കിലും വയ്ക്കുക. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് നോക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ടുപോയി കളയരുത്. അവർക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വന്ന് പെട്ടാൽ അത് അനർത്ഥം ഉണ്ടാക്കുക. ഈ ഒരു ശില നമ്മൾ വെച്ചു, ആ ശിലയിൽ അതിൻ്റെ ജീവനും പ്രാണനും എല്ലാം ഈ ശിലയിൽ ഒതുങ്ങിയിട്ടുണ്ടാവും. ആ ശിലേനെയാണ് നമ്മൾ മാറ്റിയിട്ട് മറ്റൊരു തരത്തിൽ ആളുകൾ അന്വേഷിക്കുന്നത്. അപ്പം അത് വിഷമങ്ങൾ ഉണ്ടാക്കുക. ആ വിഷമത്തിനെ മറികടക്കാനായിട്ട് ഒരാൾക്ക് കഴിയില്ല. പിന്നെ അവർക്ക് വാർഷികമായിട്ട് ഒരു ഉത്സവം, ചെറിയ വല്ല കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വാർഷികമായിട്ട് ഉത്സവം നടത്തി രാവിലെ എണീറ്റ് കഴുകി അടക്ക വൃത്തിയാക്കി അവർക്ക് പറ്റുവെച്ചെങ്കിൽ ഗണപതി ഹോമം മുതലായ കർമ്മകാര്യാദികൾ അവർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെതായ വിഷമങ്ങൾക്കൊക്കെ ഒരു വിധം അറുതി വരാനായിട്ട് ഇടവരും. പിന്നെ പല കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ കരിശക്തി മേടിച്ചു കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഏതെങ്കിലും വീട്ടിൽ നിന്ന് മടവസ്ഥാനത്ത് നിന്ന് അവർക്ക് അറിയാവുന്ന തരത്തിലുള്ള തകടുകളൊക്കെ എഴുതി പൂജിച്ച് മേടിക്കുക, എന്നിട്ടത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ഗുണം ഉണ്ടാവണില്ല എന്ന് പറഞ്ഞിട്ട് അതിലും പരാതി പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കർമ്മങ്ങൾ അവരെ കുടിയിരുത്തിയിട്ട് കർമ്മം ചെയ്യാണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം അനർത്ഥങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുക. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സാമ്പത്തികം ഇല്ല വെച്ചാൽ നിങ്ങളെപ്പോലെ ഒരു ഇഷ്ടമുള്ള ആളുകൾ ഏതാണെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഒരു പിരിവെടുക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവരവരും കുറേശ്ശെ പൈസകൾ തരണമെങ്കിൽ ആ ദൈവങ്ങൾക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുകയോ പൂജിക്കുകയോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം അതൊന്നും ചെയ്യാതിരിക്കരുത്. ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതൊരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ്. അപ്പം നമ്മൾ വളരെയധികം വിശ്വാസത്തോടും വൃത്തിയോടും കൂടി ആചരിക്കുന്ന ആ ദൈവത്തിൻ്റെ ദൈവിക ശക്തി പോലെ തന്നെയാണ് അത് നശിച്ചു കഴിഞ്ഞാൽ പൈശാചിക ശക്തിയാണ് കൂടുക. അപ്പം ഈ ദൈവത്തിന് നമ്മൾ വേണ്ട കർമ്മങ്ങൾ ചെയ്യുക, ദുരിതങ്ങൾ വരാതൊക്കെ കാക്കുക. അല്ല മറ്റൊരു തരത്തിലെ പ്രേതബന്ധങ്ങളോ ദുരിതങ്ങളോ ആണെങ്കിൽ ഇവിടെ അനർത്ഥങ്ങൾ തന്നെ കാണിച്ചു കൂട്ടുക. തുള്ളുന്ന ആൾക്കും ദോഷങ്ങളാണ്, വന്നിട്ടുള്ള ആൾക്കും ദോഷങ്ങളാണ്. അപ്പം അത് എന്തുകൊണ്ടാണ് ഒരു വീട്ടിൽ ദുരിതങ്ങൾ ഉണ്ടാകണത്, എന്താണ് ചില വീട്ടിൽ കഷ്ടങ്ങൾ ഉണ്ടാകണത്, എന്തുകൊണ്ടാണ് വീട്ടിൽ രോഗം ദുരിതങ്ങൾ അനർത്ഥങ്ങൾ ഉണ്ടാകണത്, എന്താണ് നിത്യ വഴക്കുകൾ ഉണ്ടാക്കണത് എന്ന് ഒക്കെ അറിയുമ്പോൾ അതിനെ അനുസരിച്ച് കൃത്യമായിട്ട് നോക്കിയിട്ടുള്ള ആൻസർ പറയണം. എന്തുകൊണ്ടാണ് ദുരിതങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ കുടുംബത്തിലും അവർ വെച്ച് ആരാധിച്ചിരുന്ന ദൈവങ്ങൾക്ക് ശക്തി കുറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വരുന്ന ശത്രുദോഷങ്ങളോ കർമ്മതടസ്സങ്ങളോ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം വന്ന് ചേരുക ഈ ദൈവങ്ങളില്ല. അപ്പം ഈ ദൈവത്തിന് അനർത്ഥങ്ങൾ അവരെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ മറ്റുള്ളതായ ദുരിതങ്ങളോ വന്ന് ഇദ്ദേഹത്തിന് തന്നെയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ദൈവത്തിനെയാണ് അത് ഈ കണലിനെ ചാരം മൂടിയ പോലെ തന്നെ അങ്ങനെ വരുന്നത്. അപ്പോൾ അതിന് അത്തരം കാര്യങ്ങൾക്കൊന്നും വിട്ടുകൊടുക്കാതെ കൃത്യമായിട്ട് കർമ്മം ചെയ്യാം. ഇനിയിപ്പോൾ ആണുങ്ങളൊക്കെ പോയി ഓരോ വഴിക്ക് പോയി, അല്ലെങ്കിൽ ആണുങ്ങൾ മരണപ്പെട്ടു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ പെൺകുട്ടികളായാലും ഇതിന് വിശ്വാസമുള്ളവർ ആരാണെങ്കിൽ അവരെ അത് കാണിക്കുക. അതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുക, ആ കർമ്മങ്ങൾ ചെയ്തിട്ട് പ്രീതിപ്പെടുത്തുക. അപ്പോൾ അതിലേക്ക് ചിലപ്പോൾ വിശേഷാൽ എന്തെങ്കിലും അപ്പം മട അതൊക്കെ ഉണ്ട് വെച്ചാൽ വളരെ നന്നായി, പഴം മുന്തിരി കൽക്കണ്ട ഇത്യാദികളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ വളരെ വിശേഷമായി. ഇനിയിപ്പോൾ മധ്യമത്തിൽ ഇവർക്ക് ഉത്തമത്തിൽ ചെയ്താലും മധ്യമത്തിൽ തന്നെ മധ്യമമൂർത്തികൾക്ക് ഇപ്പോൾ ചാത്തനോ ചൊവ്വയോ കരിങ്കുട്ടിയോ മുളിക്കണോ പറക്കുട്ടിയോ അങ്ങനെ എന്തുണ്ട് വെച്ചെങ്കിൽ അവരെ സങ്കല്പിച്ചിട്ട് അവർക്ക് മധ്യമകർമ്മം ചെയ്തിരിക്കണം. അപ്പം ഇത്രയും പറഞ്ഞതിൽ
നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.